ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 4 ശ്ലോകം 8. അഷ്ടാംഗയോഗം പരിശീലിച്ച് സമാധി വരെ എത്തി സമാധിയും വിജയപൂർവം സ്വാധീനമാക്കിയിട്ടുള്ള യോഗികളുണ്ടല്ലോ, ആ യോഗികൾ പിന്നെ ലഭിക്കാനുള്ളത് മുക്തിയാണ്, ഭഗവാനോട് ചേരലാണ്. അത് 2 തരത്തിലുണ്ട്. പെട്ടെന്ന് കിട്ടുന്ന സദ്യോമുക്തി, അതുപോലെ തന്നെ ക്രമത്തിൽ കിട്ടുന്ന ക്രമമുക്തി. അത് രണ്ടും ഈ യോഗാവസ്ഥ വരെ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് സ്വാധീനമാണ്. എങ്ങനെ വേണമെങ്കിലും അവർക്കത് യോജിക്കാൻ പറ്റും. അതിലിവിടെ ഭഗവാനോട് ചേരാൻ മേൽപ്പത്തൂരിന് പെട്ടെന്ന് വേണ്ട, ക്രമമുക്തി മതി. അതിനെയാണ് ഇവിടെ പറയണത്. അതായത് എനിക്ക് മുക്തിയേക്കാളേറെ ഭക്തിയാണ്, ലോകോപകാരം ചെയ്ത് നാരദൻ്റെയും ശുകൻ്റെയും പോലെ സഞ്ചരിച്ച് സാവധാനം മതി എന്നുള്ളതാണ് ഈ ശ്ലോകം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങളൊക്കെയും ഈ മുക്തിയെക്കുറിച്ച് തന്നെയാണ് പറയണത്. നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. ഇത്തമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാ മുക്തഭക്തകുലമൗലിതാം ഗദാ സഞ്ചരേമ ശുകനാരദാദിവത്. മുമ്പൊരു ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 3ാമത്തെ ദശകത്തിൽ നാരദരുടെ പോലെ എനിക്കിങ്ങനെ ലോക ഉപകാരം ചെയ്തിട്ട് സഞ്ചരിക്കാൻ സാധിക്കണേ, അതിനനുഗ്രഹിക്കണേ ഭഗവാനെ. മനസ്സ് നിറച്ചും ഭക്തി, അങ്ങനെ ഭഗവത് നാമം ചൊല്ലി ലോകത്തിന് ജ്ഞാനവും ഒക്കെ പകർന്നു കൊടുത്ത് ഭഗവാനിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്ന് എത്ര വലിയ കാര്യമാണത് എന്ന് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തം അഭ്യസന. ഇത്തം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഈ അഷ്ടാംഗയോഗം വേണ്ട പോലെ അനുഷ്ഠിച്ചുകൊണ്ട്, അഭ്യസന വീണ്ടും വീണ്ടും അഭ്യസിക്കുക, പരിശീലിക്കുമ്പോൾ അത് സ്വായത്തമാകും. എളുപ്പമൊന്നുമല്ല, അതിന് വേണമെന്നുള്ള ആഗ്രഹമാണ് ആദ്യമായിട്ടുണ്ടാവുന്നത്. അങ്ങനെ അഭ്യസിച്ച് സ്വന്തമാക്കുക ഈ അഷ്ടാംഗയോഗത്തിൻ്റെ രീതികളെ. നിർഭര ഉല്ലസത്, അപ്പോൾ തന്നെ നിർഭരമായിട്ടും പരിപൂർണമായിട്ടും ഉല്ലസത്, ആ ചൈതന്യം മനസ്സിൽ ഉല്ലസിക്കും, പ്രകാശിക്കും. അതിനുശേഷം ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവ, ത്വത്പരാത്മസുഖ, അങ്ങ് തന്നെയായിട്ടുള്ള ആ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഒരു ഉത്സവം പോലെ മനസ്സിലെപ്പോഴും ഒരു ഉത്സവപ്രതീതി, സന്തോഷ ആനന്ദം നിറഞ്ഞു തുളുമ്പിക്കൊണ്ട് മുക്തഭക്തകുലമൗലിതാംഗന, ജീവൻ മുക്തന്മാരുടെയും അതുപോലെ തന്നെ ഭക്തന്മാരുടെയും പൂർണ്ണ ഭക്തന്മാരുടെയും ഒക്കെ ആ ഗതി അനുഭവിക്കാറാകും. സഞ്ചരേമ ശുകനാരദാദിവത്, അങ്ങനെ ഞാൻ ശുകൻ്റെയും നാരദരുടെയും പോലെ ഇങ്ങനെ സഞ്ചരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. യോഗാവസ്ഥയിൽ വിജയം നേടിയിട്ടുള്ള ആൾക്കാരെ മുക്തി ലഭിക്കാനുള്ള അർഹത അവർക്ക് കിട്ടും. അവരുടെ ഇഷ്ടപ്രകാരം ഏതു മാർഗം വേണമെങ്കിൽ സ്വീകരിക്കാം. ഇവിടെ മേൽപ്പത്തൂര് പറയണു, എനിക്ക് ശുകദേവൻ്റെയും നാരദരുടെയും പോലെ സഞ്ചരിച്ച് ലോകത്തിലൊക്കെ സഞ്ചരിച്ച് ഭക്തി പരിപൂർണമാകണം, അതിനുശേഷം മതി മുക്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നാരദ മഹർഷിയുടെ പോലെ നടക്കാൻ പറ്റണമെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഞാൻ എന്ന ബോധമില്ലാതെ, അതുപോലെ അഹം മമ എൻ്റെ എന്നുള്ള യാതൊരു ബന്ധനവും പിന്നെ ബാധിക്കില്ല ഈ യോഗാവസ്ഥയിലെത്തിയാൽ. ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ, ഇല്ലാത്ത പോലെ ആനന്ദാവസ്ഥയിൽ ഒരു അപ്പൂപ്പൻ താടി പോലെ അത്രയ്ക്കും ഉല്ലാസത്തോടെ, അതാണ് ഉത്സവ പ്രതീതിയാണ് മനസ്സിൽ എന്ന് പറയുന്നത്. അവർ ചെല്ലുന്നിടത്തൊക്കെ തന്നെ അവരുടെ ആ മഹത്വം കൊണ്ട് ആനന്ദം നിറയും. സൂര്യരശ്മി എവിടെ എത്തുന്നോ അവിടെ പ്രകാശം കിട്ടും എന്ന് പറയണ പോലെ ഇങ്ങനെയുള്ള ഈ മുക്തരായിട്ടുള്ള യോഗികൾ എത്തുന്ന ദിക്കിലൊക്കെ അവർക്ക് ഉല്ലാസം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. ശ്രീ ശുകദേവൻ്റെ പോലെ എന്ന് പറഞ്ഞാൽ അത് അറിയണതായിരിക്കും. എന്നാലും ഒരു ജനിച്ച ഉടനെ 16 വയസ്സ് വരെ പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല ആ ആത്മാവ്. പുറത്ത് വന്നാൽ
ഭൗതികത ബന്ധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ വ്യാസമഹർഷിയും ഭഗവാനും ഒക്കെ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഭൗതിക ജന്മം എടുത്താലും മായ ബാധിക്കില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തപ്പോഴാണ് പുറത്തേക്ക് വരാൻ തയ്യാറായത്. അങ്ങനെ അമ്മയുടെ വയറ് പിളർന്ന് 16 വയസ്സായിട്ടാണ് ജനിച്ചത് ശ്രീശുകൻ. ജനിച്ച ഉടനെയോ പുറത്തേക്ക് അങ്ങോട്ട് പോയി അല്ലേ. ആ നഗ്ന രൂപത്തിൽ തന്നെ 16 വയസ്സുള്ള ആ യുവാവ് യോഗിയായിട്ടാണ് ജനിച്ചത് തന്നെ. അങ്ങനെ നടന്നു പോകുമ്പോൾ പുത്ര ജാതകർമ്മങ്ങൾ ചെയ്യട്ടെ, അതിനുശേഷം പോവാമെന്ന് പറഞ്ഞ് വ്യാസമഹർഷി പിതാവ് വിളിച്ചപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ശ്രീശുകൻ നടന്നു പോവാണ്. അപ്പോൾ പുത്ര എന്നുള്ള ആ വിളിക്ക് പ്രപഞ്ചം മുഴുവനും പ്രതികരിച്ചു എന്നാണ്. അവിടെ നിന്ന് മുഴുവനും ഒരു മറുപടി കേട്ടു. അപ്പോൾ അത്രയും പ്രകൃതിയുമായിട്ട് താതാത്മ്യം നേടും ഈ യോഗാവസ്ഥയിൽ കൂടി മുന്നിട്ട് പോയിട്ടുള്ള യോഗികളും. പിന്നെ ഉണ്ടായതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ശ്രീശുകൻ നടന്നു പോകുമ്പോൾ കൊളക്കരയിൽ അങ്ങനെ കുളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അപ്സര സുന്ദരിമാർ യാതൊരു ചാഞ്ചല്യവും കൂടാതെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്നാലെ പുത്ര എന്ന് പറഞ്ഞ് ഓടി വരുന്ന വ്യാസമഹർഷിയെ കണ്ടപ്പോൾ അവർ വേഗം തന്നെ വസ്ത്രങ്ങൾ എടുത്ത് ഉടുക്കുകയും മാറി നിൽക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വ്യാസമഹർഷി ചോദിച്ചു, ഞാൻ വയസ്സനാണ്, സന്യാസിയാണ്, എന്നിട്ട് എന്നെ കണ്ടപ്പോൾ നിങ്ങൾ വസ്ത്രം ഉടുത്തു. എൻ്റെ മകൻ ചെറുപ്പം 16 വയസ്സാണ്, എന്നിട്ടും ആ കുട്ടിയെ കണ്ടപ്പോൾ നിങ്ങൾ തൊഴുതു നിൽക്കുക മാത്രമാണ് ചെയ്തത്, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? അങ്ങയുടെ മകൻ വന്നപ്പോൾ അതൊരു മനുഷ്യനാണ്, പുരുഷനാണ്, യുവാവാണ് എന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഇതാ ഒരു സച്ചിദാനന്ദം രൂപമെടുത്ത് നടന്നു പോണു എന്ന് മാത്രമാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ തൊഴുതു നിന്നത്. അങ്ങ് വന്നപ്പോൾ ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെയുള്ള ആ ശ്രീ ശുകദേവൻ്റെയും നാരദരുടെയും പോലെ ജീവിച്ചിരിക്കവേ മുക്തരായിട്ടുള്ള ആ മഹാത്മാക്കളുടെ പോലെ അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് ലോകത്തിന് ഉപകാരം ചെയ്ത് സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്നെ അനുഗ്രഹിക്കണേ എന്നാണ്. മരിച്ച ശേഷം കിട്ടുന്ന മുക്തിയേക്കാളും ഇങ്ങനെയുള്ള ആ ഭക്തിയെ താൻ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഇത്തമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവ മുക്തഭക്തകുലമൗലിതാം ഗത സഞ്ചരേമ ശുകനാരദാദിവത്. ഇനി അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞ ആ ക്രമമുക്തി, സാവധാനം മോക്ഷം നേടുന്നത് എങ്ങനെയാണ്, ഭഗവാനുമായി ചേരുന്നത് എങ്ങനെയാണ് എന്നാണ്. ത്വൽസമാധി വിജയേതുയ പുനർ മങ്ഷു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈർ ഉന്നയത്തി അജ സുഷുമ്നയാശനൈ. എല്ലാത്തിലും ഭഗവാനെ സംബോധനയുണ്ട്. ഇവിടെ അജ എന്നാണ്, ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാതെ എന്നും എപ്പോഴും എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ. ത്വൽസമാധി വിജയേ, അഷ്ടാംഗയോഗത്തിലൂടെ സമാധി വരെ എത്തുക എന്ന വിജയം നേടിയിട്ടുള്ള യോഗിമാരെ തു യ പുനർ, അവരാകട്ടെ പിന്നെ എന്താണ് ചെയ്യുന്നത്? 2 മാർഗമാണ് ഉള്ളത്. മങ്ഷു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മോക്ഷം ലഭിക്കും, സദ്യോമുക്തി എന്ന് പറയും അതിന്. അല്ലെങ്കിൽ ക്രമേണവ, ക്രമമുക്തി, സാവധാനം പല പല ഉയർന്ന ലോകങ്ങളിൽ ഈ ജീവാത്മാവ് പോയിട്ട് നേടുന്ന ആ ക്രമമുക്തി. മോക്ഷരസിക, അവർ പരമാനന്ദം അനുഭവിക്കുന്നു. ആ മോക്ഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ രസം അവർ അനുഭവിക്കും. യോഗവശ്യമനിലം, അനിലം എന്താണ്? വായുവിനെ യോഗവശ്യം, യോഗം ചെയ്ത് പ്രാണായാമം തുടങ്ങിയിട്ടുള്ള യോഗത്തിൻ്റെ പടികളൊക്കെ പിന്നിട്ട് വായുജയം നേടിയിട്ടുള്ള, പ്രാണവായുവിനെ സ്വാധീനമാക്കിയിട്ടുള്ള യോഗിമാർ എന്താ ചെയ്യുക? സുഷുമ്ന നാഡി ഉണ്ടല്ലോ, നമ്മുടെ നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടി പോണ ഏറ്റവും പ്രധാനപ്പെട്ടതും സകല 72,000 നാഡികളെ നിയന്ത്രിക്കുന്നതുമായ ആ സുഷുമ്ന നാഡിയിലൂടെ ഉദ്ധതി അജ, മുകളിലേക്ക് സുഷുമ്ന നാഡിയിലൂടെ ഉന്നതി അജ, ഭഗവാനെ ഞാൻ ഭ്രൂമധ്യത്തിലേക്ക് എൻ്റെ ആ ശ്വാസത്തെ ഉയർത്തും.
സദ്യോമുക്തി, ക്രമമുക്തി എന്ന് 2 തരം മുക്തിയുണ്ട്. അത് രണ്ടിലും ഭ്രൂമധ്യം അല്ലെങ്കിൽ അവിടെ ചക്രമുണ്ട്, അതിനി പറയാം. ആ ആജ്ഞാചക്രം വരെ ശനൈ ആണ് മെല്ലെ മെല്ലെ ഉയർത്തുന്നതാണ് ഈ സദ്യോമുക്തിയിൽ പറയുന്നത്. അവിടെ നിന്ന് ശിരസിലെ ബ്രഹ്മരന്ധ്രത്തിലൂടെ ഭഗവാനിലേക്ക് എത്തിക്കുകയാണ്. അത് സദ്യോമുക്തി. ഇവരാണെങ്കിലോ ക്രമമുക്തിയുള്ള ആൾക്കാർ സാവധാനം പല പല ഊർധ്വലോകങ്ങളിൽ സഞ്ചരിച്ച് ബ്രഹ്മലോകവും കടന്ന് ഭഗവത് പാദത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ത്വൽസമാധി വിജയേതുയ പുനർ, അങ്ങയുടെ അങ്ങയുടെ യോഗം, അങ്ങയുമായിട്ട് ചേരുക എന്നത് സമാധിയെ കൂടി വിജയിച്ചിട്ടുള്ള ആ യോഗിമാർ വീണ്ടും വീണ്ടും അത് അഭ്യസിച്ചതിന് ശേഷം സദ്യോമുക്തിയും ക്രമമുക്തി എന്ന 2 മാർഗങ്ങളിൽ കൂടി മോക്ഷത്തിൻ്റെ ആ രസം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. യോഗവശ്യം അനിലം പ്രാണവായു, യോഗത്താൽ വശ്യമായിട്ടുള്ള സ്വാധീനമായിട്ടുള്ള ആ പ്രാണവായുവിനെ സുഷുമ്നയിൽ കൂടി സുഷുമ്നയാ ഉന്നതി അജ മുകളിലേക്ക് ഉയർത്തും, എന്നിട്ട് ഭ്രൂമധ്യത്തിൽ നിലനിർത്തും എന്നാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷഡ്ചക്രങ്ങളാണ് ഈ ഷഡാശ്രയ എന്ന് പറയുന്നത്. അതൊക്കെ വളരെ വലിയ ഒരു വിഷയമാണ്, നമുക്ക് അത്രയൊന്നും പോകണ്ട. എന്നാലും ഒരു സൂചന, നട്ടെല്ലിൻ്റെ ഉള്ളിലെ സുഷുമ്നയിൽ ഊർജത്തിൻ്റെ 6 കേന്ദ്രങ്ങളുണ്ട്, 6 സ്ഥാനങ്ങളുണ്ട്. ഇട, പിങ്കള, സുഷുമ്ന എന്ന് പറയുന്ന ആ നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടെ പോണ നാഡികളിൽ സുഷുമ്നയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. സകല പ്രവർത്തനങ്ങളും നാഡീവ്യൂഹത്തിലൂടെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാഡിയാണ് സുഷുമ്ന. അത് മൂലാധാരത്തിൽ നിന്നും, നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് മൂലാധാരം, അവിടെ നിന്നും തുടങ്ങി ശിരസ്സിൽ വരെ എത്തുന്നതാണ്. അപ്പം ആ സ്ഥലങ്ങളുടെ പേര് മൂലാധാരം, ഏറ്റവും അടിയിൽ, അതിന് മുകളിൽ സ്വാധിഷ്ഠാനം, അവിടെയൊക്കെ ചക്രമുണ്ട് എന്നൊക്കെ പറയും. സ്വാധിഷ്ഠാന ചക്രം ഗുദത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്. പിന്നെ നാഭി സ്ഥാനത്തായിട്ട് മണിപൂരക ചക്രമുണ്ട്. നെഞ്ചിൻ കുഴി എന്ന് പറയുന്ന നെഞ്ചിൻ്റെ വാരിയലുകളുടെ നടുവിലായിട്ട് അനാഹത ചക്രമുണ്ട്. കണ്ഠത്തിൻ്റെ സ്ഥലത്ത് വിശുദ്ധി ചക്രമുണ്ട്. അവിടെ നിന്ന് മുകളിലായിട്ട് ഭ്രൂമധ്യത്തിൽ പുരികങ്ങളുടെ നടുക്കായിട്ട് ആജ്ഞാചക്രമുണ്ട്. ഇതാണ് ഈ ഷഡാധാരങ്ങൾ അല്ലെങ്കിൽ ഷഡാശ്രയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവിടെ വരെ എത്തണ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ സഹസ്രാര ചക്രമുണ്ട്, അതിന് പിന്നീടാണ് പറയണത്. അങ്ങനെ വിസ്തരിച്ച് പറയാൻ എനിക്കുള്ള അറിവില്ല, അതിൻ്റെ ഇവിടെ ആവശ്യമില്ല. പ്രാണായാമത്തിലൂടെ നിയന്ത്രിതമായിട്ടുള്ള ആ പ്രാണവായുവിനെ താഴെ നിന്നും മുകളിലേക്ക് കൊണ്ടുപോയി 6ാമത്തെ ചക്രമായിട്ടുള്ള ആജ്ഞാചക്രത്തിലെ ഭ്രൂമധ്യത്തിൽ നിർത്തുന്നു. സദ്യോമുക്തി ആഗ്രഹിക്കുന്ന യോഗികൾ ഒരു തരത്തിലും, ക്രമമുക്തി അതാണ് മേൽപ്പത്തൂരെന്ന് പറയാനാണ് ഈ ശനൈ എന്ന് പറഞ്ഞിരിക്കുന്നത്, അവർ വേറൊരു തരത്തിലുമാണ് യോഗം ഭഗവാനുമായിട്ട് ചേരുന്നത്. അടുത്ത ശ്ലോകത്തിൽ യോഗി എങ്ങനെയാണ് ശരീരം ഉപേക്ഷിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുകയാണ് യോഗം. യോഗികൾ അതാണ് ചെയ്യണത്. ലളിതാ സഹസ്രനാമത്തിലും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അത്രയൊന്നും എത്താൻ ഇപ്പം പറ്റില്ലല്ലോ, ശ്രമിച്ചാൽ സാധിക്കും. അതിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥ തന്നെയാണ് നമ്മൾ കണ്ണടച്ചിരുന്ന് ഭഗവാനെ ഈ ഭ്രൂമധ്യത്തിൽ ഭഗവാന്റെ ഒരു അവയവം സ്ഥാപിച്ച് അതിനെ മാത്രം ഇങ്ങനെ ധാരണ ചെയ്ത് നാമം ജപിക്കണത്. അതങ്ങനെ തുടർന്ന് പോവുക. അതിൻ്റെ ഒപ്പം തന്നെ യമം നിയമം എന്ന് പറയുന്ന ലളിതമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഈ ശ്ലോകം ഒന്നും കൂടിയും പറയാം. ത്വൽ സമാധി വിജയേതുയ പുനർ മങ്ഷു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈർ ഉന്നയത്തി അജ സുഷുമ്നയാ ശനൈ. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.